അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ്? ജൂൺ 21. ആധുനിക യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തിരുമലൈ കൃഷ്ണമാചാര്യ. ഇന്ത്യയിൽ ആരാണ് യോഗ ആരംഭിച്ചത്? സ്വാമി വിവേകാനന്ദൻ. യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പതഞ്ജലി മഹർഷി. ആധ്യാത്മികാചാര്യനും ജീവനകല എന്ന യോഗാഭ്യാസ രീതിയുടെ ആചാര്യനുമായ ഭാരതീയൻ ആരാണ്? ശ്രീ ശ്രീ രവിശങ്കർ ഗുരുജി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച യോഗാ ദിനം നടന്നത് എപ്പോഴാണ്? 2015 ജൂൺ 21. ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് ഇന്ത്യയിൽ യോഗാ ദിനം ആദ്യമായി ആചരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് ആയുഷ്. ഇന്ത്യയിൽ ആദ്യത്തെ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത് എപ്പോഴാണ്? 2015 ജൂൺ 21. യോഗ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? സംസ്കൃതം. 2015 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ RBI പുറത്തിറക്കിയത് എത്ര രൂപയുടെ നാണയമാണ്? 10 രൂപ. യോഗസൂത്ര എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പതഞ്ജലി മഹർഷി. യോഗ എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം എന്താണ്? സംയോജിപ്പിക്കുന്നത് എന്നാണ് യോഗ എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം. യോഗ ഉത്ഭവിച്ചത് ഏത് രാജ്യത്താണ്? ഇന്ത്യയിൽ. യോഗാസനങ്ങൾ അടിസ്ഥാനപരമായി എത്ര എണ്ണം ഉണ്ട്? 84. യോഗയിലെ പഞ്ചഭൂതങ്ങൾ ഏതെല്ലാമാണ്? മണ്ണ്, ജലം, തീ, വായു, ആകാശം. 2022 യോഗാ ദിന പ്രമേയം എന്താണ്? മനുഷ്യത്വത്തിനായുള്ള യോഗ എന്നാണ് 2022 യോഗാ ദിന പ്രമേയം. 2021 യോഗാ ദിന പ്രമേയം എന്തായിരുന്നു? യോഗ ഫോർ വെൽബീയിങ് അഥവാ ക്ഷേമത്തിനായി യോഗ എന്നതായിരുന്നു 2021 യോഗാ ദിന പ്രമേയം. 2020 യോഗാ ദിന പ്രമേയം എന്തായിരുന്നു? യോഗ അറ്റ് ഹോം ആൻഡ് യോഗ വിത്ത് ഫാമിലി. അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? നരേന്ദ്രമോദി. അരിസ്റ്റിക് യോഗയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഭാരത് താക്കൂർ. 1893 ചിക്കാഗോയിൽ നടന്ന ലോക മതസമ്മേളനത്തിൽ വെച്ച് പാശ്ചാത്യ ലോകത്തിന് യോഗയെ പരിചയപ്പെടുത്തിയത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. യോഗയുടെ ഘടകങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഏതാണ്? ഋഗ്വേദം. യോഗയെക്കുറിച്ച് അവബോധവും അന്താരാഷ്ട്ര യോഗദിന പ്രചാരണവും ലക്ഷ്യമിട്ട് വിവരാവകാശ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നൽകുന്ന ബഹുമതി ഏത്? അന്താരാഷ്ട്ര യോഗാ ദിവസ് മീഡിയ സമ്മാൻ. മൗണ്ടൻ പോസ് എന്നറിയപ്പെടുന്ന യോഗാസനം ഏത്? തദാസന. കർമ്മയോഗ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭഗവത്ഗീത. യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് മിനിസ്ട്രി ഓഫ് ആയുഷും ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷനും ചേർന്ന് നടത്തിയ
വീഡിയോ ബ്ലോഗിംഗ് കോൺടെസ്റ്റ് ഏതാണ്? മൈ ലൈഫ് മൈ യോഗ. ഏറ്റവും കൂടുതൽ കാലം ഒരേ സമയം യോഗ നിർവഹിച്ചതിനാൽ ഒരു ഇന്ത്യൻ യുവജന സംഘടന ബിഗ് ബുക്ക് ഓഫ് റെക്കോർഡിൽ പ്രവേശിച്ചു. ഏതാണ് ആ സംഘടന? NCC. യോഗയ്ക്ക് 8 ഘട്ട പരിശീലനം ഉണ്ട്. ഇതിൽ അവസാന ഘട്ട പരിശീലനം ഏതാണ്? സമാധി. ഏത് തരത്തിലുള്ള യോഗയാണ് പ്രധാനമായും വ്യായാമത്തിലും ശാരീരിക സാങ്കേതികതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ഹഠയോഗ. 1960-കളിൽ അമേരിക്കയിൽ യോഗ പരിശീലനം നടത്തിയതിൻ്റെ ബഹുമതി ആർക്കാണ് ലഭിച്ചത്? സ്വാമി സച്ചിദാനന്ദയ്ക്ക്. ഹഠ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? സൂര്യനും ചന്ദ്രനും. യോഗയിലെ അഷ്ടാംഗങ്ങൾ ഏതെല്ലാം? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നതിനുള്ള പ്രമേയം പാസാക്കിയത് എവിടെയാണ്? UN ജനറൽ അസംബ്ലി. 2019 5ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ തീം എന്താണ്? കാലാവസ്ഥാ പ്രവർത്തനം. യോഗ സമ്പ്രദായമനുസരിച്ച് മനുഷ്യർക്ക് എത്ര കോശങ്ങളുണ്ട്? 5. നമ്മുടെ പുരാതന പാരമ്പര്യത്തിൽ നിന്നുള്ള അമൂല്യമായ സമ്മാനമാണ് യോഗ. ആരുടെ വാക്കുകളാണ് ഇത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ. ജൂൺ 21 യോഗാ ദിനമായി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട്? ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമാണ് ജൂൺ 21. ഒരു സൂര്യ നമസ്കാർ റൗണ്ടിൽ എത്ര ഘട്ടങ്ങളുണ്ട്? ഉത്തരം 12 ഘട്ടങ്ങൾ. ആദ്യത്തെ 4 യോഗാസൂത്രങ്ങൾ ഏതൊക്കെയാണ്? സമാധി, സാധന, വിഭൂതി, കൈവല്യം. യോഗയുടെ ഏറ്റവും പഴയ രൂപം ഏതാണ്? ഉത്തരം വേദയോഗ.